ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പുത്രിമാരെന്ന് വിളിക്കപ്പെടും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് എന്നാണ് പറയുന്നത് 8-ാം അധ്യായത്തിൽ. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് സ്വീകരിച്ചിട്ടുള്ള, അതായത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുള്ളവർക്കാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. അപ്പം ഏത് ക്രൈസിസ് സിറ്റുവേഷനിലും, ഇപ്പം ചില സമയത്ത് നമുക്ക് നമ്മുടെ കഴിവിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ, പ്രതിസന്ധികൾ മുൻപിൽ നിൽക്കുവാണെങ്കിൽ, നമ്മുടെ കഴിവിനും അപ്പുറമായിട്ടുള്ള പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റാതെ എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നത്. ഇന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവനാണ് യേശു. ഈ കൊടുങ്കാറ്റ് വരുമ്പോഴത്തേക്കും, അതായത് കർത്താവും ശിഷ്യന്മാരെയും വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ കൊടുങ്കാറ്റ് വന്നല്ലേ, ആ കൊടുങ്കാറ്റിന്റെ ശക്തി വെച്ചാണെങ്കിൽ അവർ മുങ്ങിപ്പോകും. ചില കൊടുങ്കാറ്റുകൾ വരുമ്പോഴത്തേക്ക് അതിന്റെ ശക്തി ഭയങ്കരമാണ്. ചെറിയ കാര്യമായിരിക്കും, അല്ലെങ്കിൽ പക്ഷേ അതിന്റെ ശക്തി ഭയങ്കരമായിട്ടൊരു ശക്തിയാണ് കൊടുങ്കാറ്റിന്റെ ശക്തി. അതൊരു ചെറിയ കാര്യമല്ല, അത് വലിയൊരു ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിനെതിരെ, നമുക്കെതിരെ അത് പാഞ്ഞെടുക്കുമ്പോൾ യേശു കർത്താവ് ഇപ്രകാരം പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? എൻ്റെ വിശ്വാസം എവിടെ? അപ്പൊ എന്താ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഞാനും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലും ജോലി മേഖലകളിലും ഒക്കെ ഇതുപോലത്തെ കൊടുങ്കാറ്റുകളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ് പല കാര്യത്തിനകത്ത്. ഈ കൊടുങ്കാറ്റുകൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഈശോ നമ്മൾ കാണുന്നത്, ഈശോ ഒരു സ്ഥലത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയാണ്. ഇവിടെ യേശു നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരുവാണ്. നമുക്ക് കർത്താവിനൊരു ദൈവപുത്രനാണ്. പിതാവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം പിതാവ് കേൾക്കും. പിതാവിനോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിക്ക്, ആ വ്യക്തി യേശുവിനോടൊപ്പം സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുവാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിനെതിരെ പിശാച് ചില വ്യക്തികളെയാകാം, ചില സാഹചര്യങ്ങളെയാകാം, ചില നിയോഗങ്ങളായിട്ട് ചില വ്യക്തികൾ കടന്നു വന്ന് ആക്രമിക്കുന്നതാകാം, അല്ലെങ്കിൽ ചില പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളാകാം. അതിനെയെല്ലാം ദൈവം നിഷ്പ്രഭമാക്കും. കർത്താവിന് ഒരൊറ്റ സെക്കൻഡ് മതി, ജസ്റ്റ് 1 സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് അതിനെ നിഷ്പ്രഭമാക്കും. ഹല്ലേലൂയ. ലെഗിയോൻ ബാധിച്ച ഒരു വ്യക്തി, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനെ യേശു, അല്ലെ? ഒറ്റ സെക്കൻഡ് കൊണ്ട് പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി, മേൽത്തരം വീഞ്ഞാക്കിയ നമ്മൾ കാണുന്നത്. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു അത്ഭുതം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നടക്കുകയാണ്. ലെഗിയോൻ ബാധിച്ചവനെ കർത്താവ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 6000-ലധികം ഭൂതങ്ങൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന് വസിക്കുമായിരുന്നു. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഇന്ന് അതേപോലത്തെ ഒരു അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇന്ന് ജീവിതത്തിനെതിരെ ഉയർന്നിരിക്കുന്ന നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, കുടുംബജീവിതത്തിനെതിരെ, ജോലി മേഖലകൾക്കെതിരെ, ജീവിതത്തിന്റെ വിവിധ തുറകൾക്കെതിരെ പിശാച് ഒളിഞ്ഞും തെളിഞ്ഞുമായി ഇറക്കി വിടുന്ന എല്ലാ ആക്രമണങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവ ബന്ധിക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം ഇന്ന് ദുഷ്ടൻ വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ ചില ആയുധ പുരകളെ, അതിനകത്ത് തൊടുത്തു വിടുന്ന ചില ആയുധങ്ങളെ യേശുവിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി ഇപ്പോൾ ബന്ധിക്കുന്നു. യേശുവിന്റെ ശക്തി അത് ബന്ധിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി സാധിക്കുന്നവരെ ശ്രദ്ധിച്ചെന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു, അതിശക്തമായ മഹത്വം വെളിപ്പെടുന്നു. യേശുവെ ആരാധന. ചില ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ദുഷ്ടാരൂപിയുടെ വലിയ അറ്റാക്കുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നത് അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡബിളിൽ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നതിന് 2 ദിവസം മുമ്പ്
വലിയ പ്രതിസന്ധി ഉണ്ടായി. വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. നമുക്കത് മാനുഷിക രീതിയിൽ അത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെയുള്ള ലിമിറ്റേഷനുകളുണ്ട്. പക്ഷെ ആ ശുശ്രൂഷയുടെ സമയത്ത് ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഈ സഹനങ്ങൾ മുഴുവനും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഈ ഞായറാഴ്ച നോർത്തേൺ അയർലൻഡിൽ വലിയൊരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ബുധനാഴ്ച മുതൽ പൈശാചിക ശക്തിയുടെ അവിടുന്ന് ഇവിടുന്ന് തെളിഞ്ഞും ഒളിഞ്ഞും മറഞ്ഞും തിരിഞ്ഞും ഉള്ള സംഭവങ്ങളാണ്, അറ്റാക്കുകളാണ്. അപ്പം അതിൻ്റെ നടുവിൽ ഇന്ന് ഈ ഒരു മെസ്സേജ് ഈശോ നൽകുക. എന്താ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആര് നിൽക്കും എന്ന് പറഞ്ഞ് അധരം തുറന്ന് പറഞ്ഞു. ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ദൈവം എനിക്ക് അനുകൂലമായിട്ടുള്ളത് കൊണ്ട് എനിക്ക് പ്രതികൂലമായിട്ട് ആരുമില്ല. എനിക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നവർ വരെ ഈ നിമിഷം അനുകൂലമായി തീരുന്നു. നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നവർ പോലും നമുക്ക് അനുകൂലമായി തീരുന്നൊരു അത്ഭുത പ്രവൃത്തി ഇപ്പൊ സംഭവിക്കുന്നു. നിനക്ക് പ്രതികൂലമായി സംസാരിക്കുന്ന, പ്രതികൂലമായി നിലനിൽക്കുന്ന, നിനക്ക് നിന്റെ പ്രതിവാദിയായി തീരേണ്ട വ്യക്തികൾ പോലും നിന്നെ അനുകൂലമാക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മുടെ നടുവിൽ ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അതാണ്. പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനെ പോലും നമുക്ക് അനുകൂലമാക്കുന്നു. എന്തുകൊണ്ട് ഈ പ്രതികൂലം വരുന്നത് ദൈവമേ? നമ്മൾ ചോദിക്കും അല്ലെ, ദൈവമേ എന്തുകൊണ്ട് ഈ പ്രതികൂലം വരുന്നത്? സ്വർഗത്തില് 3 ആർക്ക് ഏഞ്ചൽസ് ആയിരുന്നു ഉണ്ടായിരുന്നു. ബൈബിള് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ 3 ആർക്ക് ഏഞ്ചൽസ് ആരൊക്കെയായിരുന്നു? മൈക്കിൾ, ഗബ്രിയേൽ ആൻഡ് ലൂസിഫർ. ഈ 3 പേരായിരുന്നു ദൈവത്തിന്റെ റൈച്ചസ്നെസ്, ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ അതിന്റെ കാവലാളായിട്ട് അവിടെ സിംഹാസനത്തിന് ചുറ്റും നിന്നിരുന്ന പിതാവ്, ത്രിയേക ദൈവം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, കർത്താവ് യേശു, പിതാവാൻ ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം, ത്രിയേക ദൈവത്തിന്റെ ചുറ്റും കാവലാളായിട്ട് നിന്നിരുന്ന മൈറ്റി പവർഫുൾ ആയിട്ടുള്ള ആർക്ക് ഏഞ്ചൽസ് ആണ്. അപ്പൊ അതിൽ ഒരാളാണ് പിന്നീട് സാത്താനായിട്ട് ഇന്ന് ലോകത്ത് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കുന്ന വ്യക്തിയായിട്ട് അവനെ ശിക്ഷിച്ച് പറഞ്ഞു വിട്ടതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവൻ ഇവിടെ വന്ന് വീണതാണ്. പക്ഷെ അവൻ ഇപ്പോഴും ചിന്തിക്കുന്ന അവൻ പഴയ ആള് തന്നെയാണ്. ഏത്? ലൂസിഫർ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. കാരണം അവനെ ആ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചത്. ലൂസിഫർ, വെളിച്ചത്തിന്റെ പുത്രൻ എന്നുള്ള ആ മോർണിംഗ് സ്റ്റാർ എന്നുള്ള എന്നാ പറയുന്നത്, ആ ഒരു ഫങ്ഷനിങ് ആണ് ആൾക്ക്. അപ്പൊ ആൾക്കൊരു ഭയങ്കര പവറായിട്ട് സ്വർഗത്തിൽ നിലനിന്നിരുന്ന ഒരാളാണ്. എന്നാൽ ഇപ്പോഴും ആള് ചിന്തിക്കുന്നത്, അവിടുന്ന് താഴെ പോയി ഇവിടെ വന്നേക്ക് ഏറ്റവും കൂടുതൽ റിജക്ഷനിലൂടെ കടന്നുപോയ ഒരാളാണ്. ഇവിടെ വന്നപ്പോഴും ആളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആള് ഇങ്ങനെ റൈച്ചസ്നെസ്സിനെതിരായി നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം പഴയ നിയമത്തിൽ ദൈവം കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൽപ്പനകൾ ലംഘിക്കുന്നവരെ മുഴുവനും ശാപത്തിന്റെ കീഴിലാക്കുക, അവരെ ആക്രമിക്കുക. ഇതൊക്കെയായിരുന്നു സാത്താന്റെ ഫംഗ്ഷനിങ്. അതുകൊണ്ട് ഗലാത്യലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്നെ പോലെ നിന്നെ പോലെ ബലഹീനനായ മനുഷ്യർക്ക് നിയമം വഴി ബലഹീനമാക്കപ്പെട്ടത് തന്റെ മരണത്തിലൂടെ യേശു നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. ബലഹീനമാക്കപ്പെട്ടതിനെ, നിയമം വഴി ബലഹീനമാക്കപ്പെട്ട ആ മേഖലകളെ ബലഹീനമായി മനുഷ്യനെ, കാരണം പിശാച് അറ്റാക്ക് ചെയ്യുകയാണ്, അവനെ പല രീതിയിലും തളച്ചിടുകയാണ്. യുദ്ധങ്ങൾ നടക്കുകയാണ്, പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ്. മനുഷ്യനെതിരായി, ജാതിക്കെതിരായി, മനുഷ്യനെതിരായി, രാജ്യത്തിനെതിരെ യുദ്ധങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ പരിപൂർണ വിമോചനത്തിലേക്ക് നയിക്കണമെങ്കിൽ സ്വർഗത്തിലിരിക്കുന്നവൻ തന്നെ ഈ ഭൂമിയിൽ കടന്നു വന്ന് പരിഹാരമൊരുക്കുകയാണ് തന്റെ പരിഹാര ബലിയിലൂടെ കാൽവരി മലമുകളിൽ ചെയ്തത്. അപ്പൊ അവിടെ ഒരിക്കലും ലൂസിഫറെ പ്രതീക്ഷിക്കുന്നില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ, ത്രിയേക ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി തീരുമെന്നുള്ളത് ഒരിക്കലും അവന് ചിന്തിക്കുന്നതിന്, ഊഹിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് that he gave his only begotten son that whosoever believes in him should not perish. അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു. മാത്രമല്ല, ഇന്ന് യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തിന്റെ നീതീകരിക്കപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന റെവലേഷൻ ശ്രദ്ധിച്ചു കേൾക്കണം. റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം പൗലോസ് പറയുകയാണ്, ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? ലൂസിഫറിന്റെ മെയിൻ ഫംഗ്ഷനിങ്
ദൈവത്തിന്റെ നീതിയെ, ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിനെ അതിന്റെ കാവലായിട്ട് നിൽക്കുന്ന ഫംഗ്ഷനിങ് ആയിരുന്നു. ദൈവം കൽപ്പനകൾ കൊടുത്തപ്പോൾ ആ കൽപ്പനകൾ ലംഘിക്കുന്നവരെ സാത്താൻ ആക്രമിക്കുകയാണ്, അസ്വസ്ഥപ്പെടുത്തുകയാണ്. ആ ശാപം അവിടെ അപ്ലൈ ചെയ്യുകയാണ്. കാരണം ആള് സ്വർഗത്തിൽ നിന്ന് പുറത്തള്ളപ്പെട്ട് ഭൂമിയിൽ വന്നപ്പോഴും പിന്നെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് ആളുടെ കയ്യിലാണ് ആ അധികാരം ഇരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ദൈവം നീതീകരിച്ചതിനെ അവന് കുറ്റം ചുമത്താൻ പറ്റത്തില്ല. ജോബിന്റെ കാലഘട്ടത്തിൽ ജോബിന്റെ കുറ്റങ്ങളുമായിട്ട് ദൈവസമക്ഷം അവൻ കയറി വന്നു. എന്നാൽ ഇന്ന് യേശു കർത്താവ്, നമ്മുടെ കർത്താവ് ഈശോ ഈ ഭൂമിയിൽ വന്ന് പരിഹാര ബലിയായി തീർന്ന സ്വന്തം രക്തം. യേശുവിന്റെ പ്രത്യേകത എന്താ? ഒരു പാപം പോലും ചെയ്തിട്ടില്ല. നിയമത്തിൽ എഴുതിയ ഒരു കൽപ്പനകൾ പോലും ഒന്നും ലംഘിക്കാതെ പരിപൂർണ വിശുദ്ധനായി ഈ ഭൂമിയിൽ ജീവിച്ച്, പരിപൂർണ വിശുദ്ധനായി ജീവിച്ച് ആ പരിപൂർണ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. ആ രക്തത്തിന്റെ ശക്തി, അതാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. ആ രക്തത്തിന്റെ ശക്തിയിൽ അവൻ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കയറി അവിടം സീൽ ചെയ്തു. ഇനി സാത്താന് ഇവന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആ രക്തം കൊണ്ടാണ് യേശു ഇന്ന് നമ്മളെ കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? സാത്താനിൽ നിന്ന് നിങ്ങളെ കാണുമ്പോഴത്തേക്കും ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ റൈച്ചസ്നെസ് ആയിട്ടാണ്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റെവലേഷൻ ഫോർ ദ ഡെലിവറൻസ്. ഒരു വിടുതലിന്റെ ഏറ്റവും വലിയ റെവലേഷൻ ഇതാണ്. 2 Corinthians 5:20, നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മൾ ദൈവത്തിന്റെ നീതിയായി തീർന്നിരിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ പൂർവികര് 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോളി മാസ് എന്നുള്ള, നിങ്ങൾ കാത്തലിക് ചർച്ചിലെ ഹോളി മാസ് എടുത്ത് നോക്കി, അവിടെയൊന്നും ദുഷ്ടാരൂപികൾക്ക് ഒരു ഗ്ലോറിഫിക്കേഷനും ഇല്ല. നമ്മൾ ധ്യാന കേന്ദ്രത്തിലൊക്കെ പിശാചിനെ ബന്ധിക്കുന്നു, പുറത്താക്കുന്നു, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഹോളി മാസിനകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കിടയിൽ മാത്രം നമ്മൾ ആ പ്രാർത്ഥനയുടെ അവസാനമായിട്ട് ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം ആ ഒരു ഭാഗത്ത് മാത്രം ഒഴിച്ചാൽ വേറെ അവിടെ ഒന്നുമില്ല. അതിന്റെ കാരണം എന്താണ്? യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മൾ കർത്താവിന്റെ കമ്മ്യൂണിയനിലേക്ക്, കർത്താവുമായിട്ടൊരു അഭേദ്യ ബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് യേശുക്രിസ്തുവിന്റെ കൂടെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ നീതീകരിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ആ നീതീകരിക്കപ്പെട്ടവർക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ ആ നാവുകളെ ദൈവം ബന്ധിക്കും. നീതീകരിക്കപ്പെട്ടവർക്കെതിരെ ശബ്ദമുയർത്തുവാൻ, സംസാരിക്കുവാൻ വാക്കുകൾ ഉപയോഗിക്കുന്നവരെ, വാ തുറക്കുന്നവരെ ദൈവം ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ദൈവമാണ് ബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് അതും ഇതും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണം. എത്ര പ്രാർത്ഥിക്കുന്നവരാന്ന് പറഞ്ഞാലും യു ആർ ഗെറ്റിംഗ്, യു ബൈൻഡഡ് ബൈ ഗാഡ്. ദൈവമാണ് ബന്ധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തെ ശുശ്രൂഷ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചൊന്നും പറയരുത്. അവർ കുറവുകൾ കാണും. എനിക്ക് കുറവുകളുണ്ട്, നിങ്ങൾക്ക് കുറവുകളുണ്ട്, നമുക്കെല്ലാം കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഓർത്തോ, ദൈവം നീതീകരിച്ചതിനെ കുറ്റം ചുമത്തുവാണ്. റോമാലേഖനം 8:31 അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പൊ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഇറങ്ങി നിൽക്കും. അപ്പൊ ഈ മാസം, മാർച്ച് മാസം, വലിയ ദൈവ പ്രവൃത്തികൾ നമ്മൾ കാണാൻ പോകുന്ന മാസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ഞായറാഴ്ചയൊക്കെ വലിയ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളും ശുശ്രൂഷകളും, ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ, ആ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ആ ശുശ്രൂഷകൾക്കെതിരെ ഒരുപാട് പൈശാചിക, ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ശുശ്രൂഷിക്കുന്ന വ്യക്തികളെ അല്ല, അതിൽ പങ്കെടുക്കുന്നവരെയും. കാരണം ഈ ഒരു റെവലേഷന്റെ ഉള്ളിലേക്ക് അവർ കടന്നു വരണം. അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ കോട്ടകളും യേശുക്രിസ്തുവിന്റെ ശക്തിയിലൂടെ, യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ അവ ബന്ധിക്കപ്പെടുന്നു. അസ്വസ്ഥതയുണ്ടാക്കുന്ന എല്ലാ ആത്മാക്കളും, എല്ലാ ദുഷ്ട സൈന്യങ്ങളും യേശുവിന്റെ കുരിശുബലിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന നിമിഷം കർത്താവ് ഏറ്റെടുത്ത് എല്ലാ വിഷയങ്ങളെയും, എല്ലാ പ്രതികൂലങ്ങളെയും അനുകൂലമാക്കുന്നതിനായി നന്ദി പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഈ സ്ക്രീനിലോട്ടൊന്ന് കരന്നിട്ട് പ്രാർത്ഥിച്ച് ഇന്ന ദിവസം വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഉയർന്നിരിക്കുന്ന എല്ലാ തിരമാലകളും യേശുവിന്റെ നാമത്തിൽ ശാന്തമാകട്ടെ. എല്ലാ ബന്ധന ശക്തികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. എല്ലാ ജഡത്തിന്റെ ബലഹീനതകളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിലേക്ക് ദൈവത്തിന്റെ കൃപകൾ വന്ന് നിറയപ്പെടട്ടെ. പിതാവേ, പ്രാർത്ഥിക്കുകയാണ്
ഇന്ന ദിവസം വലിയ സമാധാനം കൊണ്ട് ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സമാധാനം. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇന്നൊരു ശുശ്രൂഷയ്ക്കായിട്ട് പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഞായറാഴ്ച ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ദിവസങ്ങളിൽ കുറേ അസ്വസ്ഥതകളും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. കരങ്ങൾ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ഞങ്ങൾ ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം, ലോർഡ് യുവർ പ്രസൻസ്, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളെ തുടങ്ങണമേ. അങ്ങയുടെ സാന്നിധ്യം, അങ്ങക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. ഉയർന്നിരിക്കുന്ന എല്ലാ തിരമാലകളും യേശുവെ, എല്ലാ തിരമാലകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാന്തമാകട്ടെ. എല്ലാ കാറ്റുകളും എല്ലാ പ്രതികൂലങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാന്തമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. എല്ലാം ലൂസാകട്ടെ. കർത്താവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങളെല്ലാവരും സ്വർഗം നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. എല്ലാ വിശുദ്ധരോടും ചേർന്ന് കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിൽ അങ്ങയോടൊപ്പം വാണരുളുന്ന, അങ്ങയോടൊപ്പം ആയിരിക്കുന്ന സകല സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന എല്ലാ മാലാഖമാരോട്, ദൂതഗണങ്ങളോട്, ആർക്കേഞ്ചൽ മൈക്കിളിനോട്, ഗബ്രിയേലിനോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനിലേക്ക് ആമേൻ. ആമേൻ. വലിയ ഡെലിവറൻസ് കർത്താവ് അയച്ചിട്ടുണ്ട്. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞാൻ ചോദിക്കുകയാണ്. ശുശ്രൂഷകൾക്കൊന്നും തടസ്സമില്ലാതെ മുൻപോട്ട് നയിക്കപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഐ ട്രസ്റ്റ് ദാറ്റ് യു വിൽ പ്രേ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവപ്രവർത്തികൾ നമ്മൾ കാണുന്നത്. നമ്മൾ ബലഹീനമാക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ഈശോ പറഞ്ഞില്ല, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കും. നമ്മളൊക്കെ ബലഹീനമാക്കപ്പെട്ട അവസരങ്ങളുണ്ട്. അവിടെ എല്ലാം ഈ കൃപയാണ്, ആ കൃപയാണ് നമ്മളെ വഴി നടത്തുന്നത് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ഈശോയെ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ആ ഭാരം നമ്മളൊന്ന് വിട്ടുപോകട്ടെ. ഇന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന കല്ലുരുട്ടി വെച്ച പോലത്തെ ആ ഭാരം ഇന്ന് ഈശോ എടുത്തു മാറ്റും. വലിയ സമാധാനം നൽകി ഈശോ നമ്മളെ സമാശ്വസിപ്പിക്കും. Thank you, Lord. Thank you, Jesus. Amen. God bless you.